നമ്മുടെ ജെമിനി ചേട്ടൻ വലിയൊരു തെറ്റിദ്ധാരണ തന്നെ മാറ്റിത്തന്നു. എന്താണെന്ന് വീഡിയോയുടെ അവസാനം പറയാം. ഇന്ന് നമ്മുടെ സഞ്ചാരപാത യാത്രക്കാരെ യാന്ത്രികമായി ആകർഷിപ്പിക്കുന്ന വാൽപ്പാറ ടൂർ പാക്കേജിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഷോളയാർ ഡാമിലേക്കാണ്. റോഡിന്റെ ഒരു ഭാഗത്ത് ഡാമിന്റെ പല ഭാഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടേക്കാണ് നമുക്ക് പോകാനുള്ളത്. കുറച്ചൽപ്പം സഞ്ചരിച്ചപ്പോഴേക്കും ലക്ഷ്യസ്ഥാനമായ ഷോളയാർ ഡാം വ്യൂ പോയിന്റിലേക്ക് എത്തി. ഏത് കാലാവസ്ഥയിലും വളരെ മനോഹരമായ കാഴ്ചകളാണ് യാത്രക്കാർക്ക് ഷോളയാർ ഡാം നൽകുക. ഡാമിന്റെ ഷട്ടർ തുറന്നാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഡാമിന്റെ നിർമ്മാണ പൂർത്തീകരണ വർഷമായി 1965 രേഖകളിൽ കാണിക്കുന്നത്. തമിഴ്നാട്ടിലെ മികച്ച ഡാമുകളിൽ ഒന്നായി ഇതിനെ നമുക്ക് കണക്കാക്കാം. അല്പം കൂടി സഞ്ചരിച്ച് ഷോളയാർ ഡാമിന്റെ താഴെ ഭാഗത്തേക്ക് എത്തുമ്പോൾ അതിസുന്ദരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കുകളും അതുപോലെ എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് ഷോളയാർ ഡാമിനെ ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഇരിപ്പിടങ്ങളും അവിടെ സജ്ജമാണ്. ചുരുക്കി പറഞ്ഞാൽ യാത്രക്കാരുടെ മനസ്സ് നിറക്കുന്ന പ്രകൃതി മനോഹാരിതയും പുത്തൻ അനുഭവങ്ങളും അവിടെ നിന്ന് സമ്മാനിക്കും. ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി അഥവാ ജലസംഭരണിയിലെ പരമാവധി ആഴമായി കണക്കാക്കുന്നത് 160 അടിയാണ്, അതായത് 49 മീറ്റർ. ഡാമിനടുത്തെ പാർക്കിന്റെ പുനഃപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർത്തിയാവലോടുകൂടെ ഇവിടെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി ജെമിനി ചേട്ടൻ മാറ്റിത്തന്ന തെറ്റിദ്ധാരണ പറയാം. തെറ്റിദ്ധാരണ ഷോളയാർ ഡാമിന്റെ സ്ഥാനം വനമേഖലയിലായതുകൊണ്ടും വലിയ ജലസംഭരണിയായതുകൊണ്ടും പ്രാദേശികമായി ചില റെക്കോർഡുകൾ പറയുമെങ്കിലും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതിന് ഏഷ്യൻ തലത്തിൽ ആഴത്തിന്റെ റെക്കോർഡില്ല. അതുകൊണ്ട് ഷോളയാർ ഡാം അല്ല, ഏഷ്യയിലെ രണ്ടാമത്തെ ആഴം കൂടിയാണ്.